26 വർഷമായി സംസാരം ശേഷി നഷ്ടപ്പെട്ട ഒരു യുവാവ് എന്നിതാ പരിശുദ്ധമായ ഉംറക്ക് കുടുംബസമേതം വന്നതാണ്. പരിശുദ്ധമായ ഹറമിൻ്റെ മുറ്റത്ത് വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അദ്ദേഹം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തു. ആദ്യം അദ്ദേഹം സംസാരിച്ചത് യാ അള്ളാഹ്. ആ കുടുംബം എല്ലാവരും അത്ഭുതപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇത് നമുക്കൊക്കെ വലിയ അത്ഭുതമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതൊന്നും അത്ഭുതമേ അല്ല. നാം നിരന്തരം അള്ളാഹുവിൻ്റെ കുദ്റത്ത് കണ്ടിരിക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഫേക്കാണ്, പലതാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ടാകും. തീർച്ചയായും അള്ളാഹുവിന് ഇത്തരത്തിലുള്ള കഴിവിൽ സംശയിക്കൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമ്മുടെ ഈമാൻ്റെ ഭാഗതയാണ്. അള്ളാഹുവിൻ്റെ കുദ്റത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തെന്ത് അത്ഭുതകരമായ സംഭവങ്ങളാണ് ഖുർആൻ ഹദീസിലൊക്കെ നാം പഠിച്ചത് അല്ലേ. നോക്കൂ, പരിശുദ്ധമായ ഉംറക്ക് നമുക്കൊരു പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചില്ല, നമുക്കത് കാര്യമായി കിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നിനും വിശ്വാസമില്ല. ഒരു ദിക്റിനെ കുറിച്ചോ ഉസ്താദന്മാർ പലതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ആ ദിക്ർ പറഞ്ഞാൽ ഇന്ന് നേട്ടമുണ്ട്, പലതുമുണ്ട് എന്ന്. എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ കമൻറ്റിലൂടെ അറിയിക്കാറുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ചൊല്ലിക്കൂടെ എന്ന രീതിയിലൊക്കെ. അവരൊരു അറിവ് പഠിപ്പിച്ചു തരുന്നതല്ലേ. അവർ പഠിപ്പിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളും പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിനും അവർക്ക് കിട്ടിയ നേട്ടം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന രീതിയിലൊക്കെ. എന്നാൽ ജോർഡാനിലെ ഈ ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. പരിശുദ്ധമായ ആ കഅബയെ കാണുന്ന ഒരു സമയത്തുണ്ടല്ലോ, അല്ലാഹുവിനോട് ചോദിക്കുന്ന ഏത് പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കുമെന്നുള്ളതാണ്. കഅബയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത്ഭുതമാണ്. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിൻ്റെ മുമ്പിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നാം നടത്തുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? ഫദ്കുറൂനി അദ്കുറുക്കും, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ അദ്കുറുക്കും, നിങ്ങളെ ഞാൻ ഓർക്കും. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്മരയിലായിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ശ്രദ്ധ നമ്മിലേക്ക് കിട്ടുന്ന, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ശ്രദ്ധ നമ്മിലേക്ക് കിട്ടുമ്പോൾ നാം ചോദിക്കുന്നത് അള്ളാഹു തരാതിരിക്കില്ല. ഒരുപാട് പ്രയാസമുള്ളവരൊക്കെ ഉണ്ട്, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മാനസികമായി സംസാരം നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, അപകടത്തിൽ സംസാരം നഷ്ടപ്പെട്ടവരുണ്ട്, അവയവങ്ങൾ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. അങ്ങനെ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി ചോദിച്ചാൽ അള്ളാഹു അത് തന്നിരിക്കും. അള്ളാഹു ഉറപ്പായി നൽകും. അള്ളാഹു ഒരുപാട് ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സംഭവങ്ങൾ, നാം പോലും വിചാരിക്കാതെ അത്ഭുതമായ പലതും നമ്മുടെ ജീവിതത്തിൽ നടന്നതായ അത്ഭുതകരമായ സംഭവങ്ങൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നേടിയത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് പറയാനുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയാതെ നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. പ്രാർത്ഥന ആവർത്തിക്കുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അവരോട് നാം ഒരാളോട് ഒരു കാര്യം ചോദിച്ചു, ഒരു തവണ ചോദിച്ചു, രണ്ടാമത്തവന് വീണ്ടും ചോദിക്കുമ്പോൾ അയാൾക്ക് നമ്മോട് വെറുപ്പാണ് വരുന്നത്. പക്ഷെ അള്ളാഹ്ക്ക് അങ്ങനെയല്ല. അള്ളാഹ്ക്ക് നമ്മോട് മുഹബ്ബത്ത് കൂടുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയാതെ കണ്ട് നാം ജീവിക്കുമ്പോൾ അള്ളാഹ്ക്ക് നമ്മോടുള്ള ആ സ്നേഹം കൂടുന്നു. നമ്മോടൊരു പ്രാവശ്യം ഇല്ല എന്ന് പറഞ്ഞ് രണ്ടാമത് ആവർത്തിച്ചാൽ, മൂന്നാമത് ആവർത്തിച്ചാൽ പിന്നെ അവരുടെ സംസാര രീതി വളരെ കടുപ്പവും വളരെ വേദനിക്കുന്ന വാക്കുകളായിരിക്കും. അള്ളാഹു അങ്ങനെയല്ല. നാം ചോദിക്കുന്നതോറും അള്ളാഹ്ക്ക് സ്നേഹം കൂടി വരും. നോക്കൂ, ഈ വീഡിയോയിൽ കാണുന്ന ഈ ചെറുപ്പക്കാരൻ നാം കണ്ടുവല്ലോ. ആ ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. എത്ര പ്രാവശ്യം ആ ഉമ്മ കാത്തിരിക്കും, എൻ്റെ പൊന്നുമകൻ എന്നൊരിക്കൽ ഉമ്മാന്ന് വിളിക്കട്ടെ അല്ലേ. അങ്ങനെയാണ് സംസാരം നഷ്ടപ്പെട്ടവർക്ക്. ഈ അടുത്ത് വലിയ ഒരു ഉദ്യോഗസ്ഥൻ, ഒരുപാട് പ്രശസ്തി നേടിയ, ഒരുപാട് പ്രശസ്തിയൊക്കെ കിട്ടിയ വലിയ അത്ഭുതകരമായ ഒരാൾ, അയാൾ ആ നിഅ്മത്തുകളെ കുറിച്ച് ചോദിച്ചു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയെല്ലാം നിഅ്മത്തുകൾ കിട്ടിയല്ലോ, ഈ കൂട്ടത്തിൽ നിങ്ങളെ സന്തോഷിപ്പിച്ചത് ഏതാണ്? ഏത് നിഅ്മത്താണ്? ഏത് പ്രശസ്തി, ഏത് പുരസ്കാരം കിട്ടിയപ്പോഴാണ് നിങ്ങൾക്ക്
ഏറ്റവും സന്തോഷം തോന്നിയത് എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം ഇന്നത് പറയുമോ, ഇന്നത് പറയുമോ, ഇന്നത് പറയുമോ? അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു മകനുണ്ട്. ആ മകനിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല. ആ മകൻ വളർന്ന് വലുതായി 13 വർഷമായി. ആ മകൻ ഇടയ്ക്കിടയ്ക്ക് ശബ്ദമുണ്ടാക്കാറുണ്ട്. എന്തിനാണ് ആ മകൻ ആ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം എനിക്ക് മനസ്സിലായി ആ ശബ്ദം അവൻ എന്തിനുണ്ടാക്കുന്നു എന്ന്. അപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായത് അതുപോലത്തൊരു സന്തോഷം മറ്റൊരു പ്രശസ്തി കിട്ടുമ്പോൾ എനിക്കുണ്ടായിട്ടില്ല എന്നാണ്. എന്തിനാണ് ആ ശബ്ദം അവനുണ്ടാക്കുന്നറിയോ? എനിക്ക് കുട്ടിക്ക് മൂത്രിക്കാൻ വന്നാൽ അതിനെ അറിയിക്കാൻ വേണ്ടിയാണ് ശബ്ദമുണ്ടാക്കുന്നത്. ഇത് അതിനുള്ള ശബ്ദമാണ് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമായി, വല്ലാത്ത ആനന്ദമായി. അങ്ങനെയാണ് ആ പിതാവ് പറഞ്ഞത്. നമ്മുടെ മാതാപിതാക്കളുടെ പരാതി എന്താണ്? ഒരിത്തിരി അല്പം മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ സ്കൂളിൽ അധ്യാപകന്മാർ അല്ലെങ്കിൽ ഉസ്താദന്മാർ തൻ്റെ മകനെക്കുറിച്ച് എന്തെങ്കിലും പഠന വൈകല്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ആ മാതാപിതാക്കൾ വീട്ടിൽ വന്ന് മക്കളോട് പെരുമാറുന്ന രീതി, ഉയർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും അവഗണിക്കുന്ന സമയത്തും മാതാപിതാക്കൾ ചേർത്ത് പിടിച്ച മക്കളാണ് ഇന്ന് ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ മക്കളിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകാം, അതെല്ലാം ക്ഷമിച്ചു കൊണ്ടുപോകണം. എല്ലാവരും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. ചില ആൾ പഠനത്തിൽ വലിയ മികവുണ്ടാകാം, ചില ആൾക്ക് അതൊക്കെ അത്ര വലിയ കഴിവുണ്ടാവില്ല. ഈ നോക്ക്, ഈ കുട്ടിക്കൊന്ന് സംസാരിക്കാൻ പോലും കഴിയില്ല, പിന്നല്ലേ പഠനം. അങ്ങനെ എത്ര മക്കളുണ്ട് മാനസികമായ വൈകല്യമുള്ള, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പ്രസവത്തിൽ ജനിച്ച കുട്ടി അംഗവൈകല്യമുള്ള കുട്ടിയായതിൻ്റെ പേരിൽ എത്ര ഉമ്മമാരുണ്ടെന്നറിയോ നമ്മുടെ സമൂഹത്തിൽ? അതിൻ്റെ ശേഷം സന്തോഷം എന്താണ് എന്ന് പോലും അവർ അറിഞ്ഞിട്ടില്ല. ഒരു കല്യാണത്തിനോ മറ്റെന്തെങ്കിലും കുടുംബത്തിൽ നടക്കുന്ന സന്തോഷ പരിപാടികളിലേക്ക്, ആഘോഷ പരിപാടികളിലേക്ക്, കല്യാണ പരിപാടികളിലേക്ക് ഒന്നിനും പോവാതെ അവർക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റൂല. അവരൊന്നിനും പോവില്ല, വീട്ടിലാണ്, എപ്പോഴും വീട്ടിലാണ്. കാരണം ഈ മകൻ വിട്ടുപോയാൽ കൊണ്ടുപോകാനും പറ്റൂല, മകനെ വിട്ടുപോകാനും പറ്റൂല. കുടുംബക്കാർ എല്ലാവരും പോയാൽ ആ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ ആ പൊന്നുമ്മ പ്രസവിക്കുമ്പോൾ ഏകദേശം 19-20 വർഷമായിരിക്കും. അതിൻ്റെ ശേഷം ഇന്നേവരും ചിലപ്പോൾ ഇന്ന് ആ കുട്ടിക്ക് 25 അല്ലെങ്കിൽ 30 പ്രായമായിട്ട് പോലും ആ ഉമ്മ ഇന്നും ആ മകൻ്റെ ഹിദ്മത്തെടുത്ത് ജീവിക്കുന്ന ഉമ്മമാർ. ആ ഉമ്മമാരുടെ ഒരേ ഒരു പ്രാർത്ഥന ഉണ്ട്, അതിങ്ങനെയാണ്: അല്ലാഹ്, എന്നെ മരിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ മകനെ മരിപ്പിക്കണം എൻ്റെ കൺമുമ്പിൽ. മകൻ പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയല്ല. ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മകൻ്റെ ഹിദ്മത്ത് ആര് നോക്കും? ഇത്രയും സ്നേഹത്തോടു കൂടി എൻ്റെ മകനോട് ആരും പെരുമാറൂല, എൻ്റെ മകനെ അവഗണിച്ചേക്കും എന്നുള്ള ഭയം കൊണ്ട്, അതല്ലാതെ പെട്ടെന്ന് മരിച്ചു കിട്ടാൻ വേണ്ടിയല്ല. അങ്ങനെ എത്ര ഉമ്മമാരുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ചെറിയ പ്രശ്നം പോലും സഹിക്കാൻ പറ്റുന്നില്ല. അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യമുള്ള മക്കൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാൽ മതി വരില്ല. അള്ളാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.